ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല മസാലയിൽ പൊതിഞ്ഞ് ഒരു കിഡിലൻ ഞണ്ട് കറിയാണ്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഞണ്ട് കറിയാണ്. പ്രത്യേകം മസാല ഇട്ടുണ്ടാക്കുന്ന ഒരു ഞണ്ട് കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കെങ്ങനെ ഇതുണ്ടാക്കുന്നത് നോക്കാം. എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് ചെറിയ തരം ഞണ്ടാണ്. അത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. നല്ല കഴുകി നല്ല ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ, മീനൊക്കെ നമ്മൾ ഇടുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഞാനിവിടെ സവാളയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 2 സവാള ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് തക്കാളി വേണം. തക്കാളിയും കൂടെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഞണ്ടിൽ നല്ല മസാല പൊതിഞ്ഞിട്ടുള്ളൊരു ഞണ്ട് കറിയാണ്. ചിലവർ പറയും മസാല പിടിക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ. പക്ഷെ അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചതച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് സാധാരണ നമ്മൾ വഴറ്റാറുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് വഴണ്ട് കിട്ടും. നമുക്കൊന്ന് അടച്ച് വെക്കാമേ. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മതി. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് എല്ലാം വഴണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിനി മസാലകളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇവിടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസിയാണ്. നല്ല എരിവുള്ള നല്ല അടിപൊളി ഞണ്ട് കറിയാണ്. നന്നായിട്ടിത് നമുക്ക് വഴറ്റി കൊടുക്കാവേ. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറണം. മല്ലിയുടെ ഒരു ചെറിയ കുത്തലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറി കിട്ടണം. അതോടൊപ്പം തന്നെ നമുക്ക് ഞണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ട് ചെറിയ ഞണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞണ്ടിൻ്റെ അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടായി. കുക്ക് ചെയ്യുന്ന ടൈം വ്യത്യാസം വരുമേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. സ്വല്പം വെള്ളം കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഞണ്ടിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് അതിൽ വെള്ളമെല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ സമയമാണ് നമുക്ക് കുരുമുളക്, ഞാനിവിടെ നമ്മുടെ സാധാരണ നാടൻ കുരുമുളക് പൊടിയല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, പച്ചക്കുരുമുളക് ചതച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മീറ്റ് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മാത്രം നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം തന്നെ നമുക്ക് ഇറക്കി വെച്ച് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ഞാനിത് കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ചട്ടിയിൽ തന്നെ 2-3 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞെങ്കിൽ അത് നന്നായിട്ട് കുറുകി കിട്ടും. അത് നല്ല ചൂടായിരിക്കുമല്ലോ, നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുമല്ലോ ചട്ടിക്ക്. ഇത് അപ്പം, കപ്പ, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. എളുപ്പം തന്നെ അത് ചെറിയ ഞണ്ടായതുകൊണ്ട് തന്നെ എളുപ്പം തന്നെ ഇത് വെന്ത് കിട്ടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.